മലപ്പുറം എടവണ്ണയിൽ വീട്ടിൽ നിന്ന് ആയുധശേഖരം കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായ ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. ഇന്ന് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉണ്ടാകും. 3 റൈഫിളുകളും 20 എയർഗണ്ണുകളും 200-ലധികം വെടിയുണ്ടകളുമാണ് എടവണ്ണ അരീക്കോട് റോഡിലെ ഉണ്ണിക്കമ്മദിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. വിപിൻ സി വിജയനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ മലപ്പുറത്തുനിന്ന്. വിപിൻ, ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. ഇന്നിപ്പോൾ ഉണ്ണിക്കമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് നടക്കും. ഈ തിരകളും ഒപ്പം തന്നെ തോക്കുകളും എവിടെ നിന്ന് വാങ്ങി എന്നുള്ളതാണ് പ്രധാനമായും പോലീസിന് ഇനി അറിയാനുള്ളത്. ഇതിൽ ഈ തിരകൾ അത് മിലിറ്ററിയിലും ഒപ്പം പോലീസിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന തിരകളാണ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഗൗരവം കൂട്ടുന്നത്. എവിടെ നിന്നും ഇയാൾക്ക് ശേഖരിച്ച് ലഭിച്ചു എന്നുള്ളത് തന്നെ ഒരു പ്രധാനമായി നിൽക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ചു, ഇതിന്റെ ഒരു ക്രൈസ് കാരണം പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ ഉണ്ണിക്കമ്മദ് ഒരു മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കും. 2 തോക്കുകൾക്കും 100 തിരകൾക്കും ഉള്ള അനുമതിയുടെ മറവിൽ അനധികൃതമായി വലിയൊരളവിൽ ആയുധ ശേഖരം വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതാണ് ഉണ്ണിക്കമ്മദിനെതിരെയുള്ള ഇപ്പോഴുള്ള കേസ്. 315 എന്ന പേരുള്ള ഒരു റൈഫിൾ, അതിന് പ്രത്യേകമായിട്ട് തന്നെ ലൈസൻസ് വേണ്ടതാണ്. അത്തരം ഒരു ലൈസൻസ് ഒന്നുമില്ലാതെ തോക്കുകളും തിരകളും സൂക്ഷിക്കുകയായിരുന്നു. 20-ലേറെ എയർ ഗണ്ണുകൾ മാത്രം ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അതിനിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.